ഷഫീദ് റാവുത്തർ തുടരുകയാണ്. ഷഫീദ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ പാറ ഇടിയുന്ന ദൃശ്യമാണ്. ആ തെരച്ചിൽ ദൗത്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമാണ്. വീണ്ടും അവിടെ പാറ ഇടിയുകയാണോ? ക്രിസ്ത്യൻ, അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ ടെറൈൻ്റെ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതായത് ചെറിയ പാറക്കല്ലുകളടക്കം അടർന്ന് ഇപ്പോഴും താഴേക്ക് വീഴുന്നുണ്ട്. അതൊരു വെല്ലുവിളിയാണ് ഇവരെ സംബന്ധിച്ച്. മാത്രമല്ല ഈ നിലവിലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ദൗത്യം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രതികൂല കാലാവസ്ഥ കാരണം കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിയ ശേഷം ദൗത്യം വീണ്ടും തുടങ്ങും. വലിയ ക്രെയിനും ഹിറ്റാച്ചി എന്നിവ എത്തിക്കാനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ദൗത്യം രണ്ട് സ്ഥലത്തു നിന്ന്, കരുനാഗപ്പള്ളി, ആലപ്പുഴ എന്നീ രണ്ട് സ്ഥലത്തു നിന്ന് വലിയ എക്യുപ്മെൻറ്റുകൾ അല്ലെങ്കിൽ വലിയ യന്ത്രങ്ങൾ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഈ ദൗത്യം പുനരാരംഭിക്കുക. അപ്പോൾ സ്വാഭാവികമായും ആ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇനിയും വൈകും എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളൂ. എല്ലാം പ്രതിസന്ധിയായിരുന്നു, കൂടുതലും പ്രതിസന്ധികളായിരുന്നു. 99% പ്രതിസന്ധിയും 1% സാധ്യതയുമായിട്ടാണ് പൈനാമണ്ണിലെ ഈ കോറയിൽ ഈ കാണാതായ തൊഴിലാളിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്നും ആരംഭിച്ചത്. പക്ഷേ ആ ആദ്യഘട്ട ദൗത്യം അത് നിരാശയാണ്. ആ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നു. ദൗത്യം നേരത്തെ നമ്മൾ പറഞ്ഞത് അരമണിക്കൂർ എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ ആ അരമണിക്കൂർ വീണ്ടും വൈകാനുള്ള സാധ്യതയുണ്ട്. കാരണം കരുനാഗപ്പള്ളി, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ ഹിറ്റാച്ചികൾ, ലോങ് ബൂം എക്സ്കവേറ്റർ അടക്കം കാര്യങ്ങൾ എത്തിച്ച ശേഷം മാത്രം, ഒരു പക്ഷേ കൂടുതൽ ആലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ ദൗത്യം പുനരാരംഭിക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഈ ടെറൈൻ്റെ ഒരു പ്രതിസന്ധി, ടെറൈൻ ഉയർത്തുന്ന ചലഞ്ചുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. ആ ചലഞ്ചുകൾക്കിടയിൽ ഈ ദൗത്യം ഇപ്പോൾ ഈ രീതിയിൽ യാഥാർത്ഥ്യമാക്കുക സാധ്യമല്ല. നമ്മൾ ശിരൂരിലടക്കം കണ്ടതാണ് എത്രമാത്രം നമ്മൾ കാത്തിരുന്നുവെന്ന്. ശിരൂരിലെ ആ ദൗത്യത്തിന് സമാനമായി ശിരൂരിൽ കുറച്ചുകൂടി ഹാർഡായിരുന്നുവെങ്കിൽ ആ ടെറൈൻ അല്ല ഇവിടെയെങ്കിൽ കൂടി അതേ രീതിയിലുള്ളൊരു ദൗത്യം നമ്മൾ പത്തനംതിട്ട കോന്നി പൈനാമണ്ണിലും കാണുന്നുണ്ട്. കോന്നി പ്രദേശത്ത് മാത്രം ഏതാണ്ട് 2-3ഓളം ഈ പാറക്കോറികളുണ്ട്. അവിടെയൊക്കെ കാലങ്ങളായി പാറ പൊട്ടിക്കുന്നതാണ്. നിയമപരമായ സാധ്യതകളുണ്ടോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ തൊഴിലാളിയുടെ ജീവൻ അത് രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ഉത്തരവാദിത്തം അതിപ്പോൾ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം എടുക്കുന്നു. ഇന്നലെ വൈകിട്ട് വളരെ വൈകിയും രക്ഷാദൗത്യം തുടർന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥയും പ്രതികൂലമായ സാഹചര്യങ്ങളും കാരണം രക്ഷാപ്രവർത്തനം ഇന്നലെ രാത്രി നടത്താൻ കഴിഞ്ഞില്ല. നമുക്ക് ക്രിസ്ത്യന ആ ടെറൈൻ, അതായത് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, എത്രമാത്രം ഭീകരമായിരുന്നു ആ അപകടം, തെരച്ചിൽ ദൗത്യത്തിന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ. ആ ഒരു മേഖലയുടേതായ വെല്ലുവിളികളെല്ലാം ഉണ്ട്. വീണ്ടും പാറ ഇടിയുന്നുണ്ട്. ഇനി ആലപ്പുഴയിൽ നിന്ന് നീളമുള്ള കൈയുള്ള ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്ന് താഴെ നിന്ന് തെരച്ചിൽ ആരംഭിക്കാനാണ് ശ്രമം നടക്കുന്നത്.